നമസ്കാരം, ധനു സ്പീച്ച് ടിപ്സിലേക്ക് ഏവർക്കും. ഇന്ന് ബയോളജിയുടെ നമ്മുടെ കേരള PSC പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളടങ്ങിയ SCERT ടെക്സ്റ്റിൽ നിന്നും NCERT നിന്നും അടങ്ങിയ പാഠപുസ്തകങ്ങളിലെ ചോദ്യങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് 20 ക്വസ്റ്റ്യൻസിൻ്റെ വീതം അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റാണ് ഇവിടെ നോക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. 20 ചോദ്യങ്ങളിൽ അതിൽ എത്ര ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാം. ടെസ്റ്റ് രൂപേണ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതുകൂടാതെ തന്നെ ക്ലാസ് സമയത്ത് നമ്മൾ എൻ്റെ ഡിസ്ക്രിപ്റ്റീവ് വിശദമായ കാര്യങ്ങളും കൂടി പറഞ്ഞു തരുന്നുണ്ട്. 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം, മോക്ക് ടെസ്റ്റ് രൂപേണ ചെയ്യുകയും ചെയ്യാം. വിശദാംശങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഡീപ്പായിട്ട് തന്നെ പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഹീമോഗ്ലോബിൻ ഒരു ഡാഷാണ്. ഓപ്ഷൻ എ കൊഴുപ്പ്, ഓപ്ഷൻ ബി ധാന്യകം, ഓപ്ഷൻ സി മാംസ്യം, ഓപ്ഷൻ ഡി രാസാഗ്നി. ഹീമോഗ്ലോബിൻ ഒരു മാംസ്യമാണ്. ഹീമോഗ്ലോബിൻ ഒരു മാംസ്യമാണ്, പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഒരു മാംസ്യം, പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ഹീമെന്നും ഗ്ലോബിനെന്നും 2 പാർട്ടാണ് ഹീമോഗ്ലോബിനുള്ളത്. ഹീമെന്നും ഗ്ലോബിനെന്നും പറഞ്ഞ 2 പാർട്ടുകൾ ഹീമോഗ്ലോബിനുണ്ട്. ഇതെവിടെ കാണുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്ലഡിലുള്ള ചുവന്ന രക്താണുക്കളിൽ, അല്ലെ മറ്റൊരു പേര് അരുണ രക്താണുക്കൾ കാണപ്പെടുന്നു. അരുണ രക്താണുക്കളിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുക. ബ്ലഡിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ബ്ലഡിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ആര്? ഹീമോഗ്ലോബിൻ. ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. എവിടെ കാണുന്നു? അരുണ രക്താണുക്കളിലാണ് കാണുക. നമ്മുടെ ബ്ലഡിനകത്ത് ചുവന്ന രക്താണുക്കളുണ്ട്, വെളുത്തതുണ്ട്, പ്ലേറ്റ്ലെറ്റ്സുമുണ്ട്. രക്തകോശങ്ങളായി രക്തത്തിൽ രക്തകോശങ്ങൾ 3 എണ്ണം. ഒന്ന് അരുണ രക്താണുക്കൾ, മറ്റൊന്ന് ഏതാണ്? WBC, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, അല്ലേ? വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. അടുത്തത് പ്ലേറ്റ്ലെറ്റ് ആണ്. അങ്ങനെ 3 എണ്ണമാണ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുക. RBC അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ, മറ്റൊന്ന് WBC ശ്വേതരക്താണുക്കൾ, മറ്റൊന്ന് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ബ്ലഡിനകത്ത് ചുവപ്പ് നിറം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ വർണ്ണവസ്തു ആരാണ്? ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ എന്താണ്? ഒരു പ്രോട്ടീനാണ്, മാംസ്യമാണ് ഹീമോഗ്ലോബിൻ. 2 ഭാഗമുണ്ട്. ഹീം എന്ന ഇരുമ്പിൻ്റെ ഭാഗവും ഗ്ലോബിൻ എന്ന പ്രോട്ടീൻ്റെ ഭാഗവും അതിന് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തയാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡാഷ്. ഓപ്ഷൻ എ ബെറിബെറി, ഓപ്ഷൻ ബി അനീമിയ, ഓപ്ഷൻ സി പെല്ലഗ്ര, ഓപ്ഷൻ ഡി സ്കർവി. തയാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. തയാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. അനീമിയ എന്താണ് നമുക്കുള്ളറിയാം, അല്ലേ? രക്തക്കുറവ്, ഇരുമ്പിൻ്റെ കുറവാണെങ്കിൽ അനീമിയ ഉണ്ടാകുന്നു. ബെറിബെറി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും B1 ആണ്. വൈറ്റമിൻ ബി കോംപ്ലക്സിൽ, അല്ലേ? ബി കോംപ്ലക്സ് ആണ്, വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ്. B1 മുതൽ B12 വരെ ഉണ്ട്. അതിൽ B1ൻ്റെ കുറവാണ് ബെറിബെറി, അല്ലേ? അവിടെയാണ് തയാമിൻ അടങ്ങിയിട്ടുള്ളത്. B1ലാണ് തയാമിൻ അടങ്ങിയിട്ടുള്ളത്. B1, ഓക്കെ, B1 തയാമിൻ, B1 എന്നോർത്തിരിക്കുക. സ്കർവി നിങ്ങൾക്കറിയാം, ഏതായിരുന്നു? വൈറ്റമിൻ സിയുടെ കുറവാണ് സ്കർവി എന്നറിയാം. അടുത്തത് കുറവ് വരുന്നുണ്ട്. തയാമിൻ്റെ കുറവിലുണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ബെറിബെറി. അടുത്ത ക്വസ്റ്റ്യൻ, പല്ലിൻ്റെ ഇനാമലിന് ദൃഢത നൽകുന്ന ഒരു മൂലകം. പല്ലിൻ്റെ ഇനാമലിന് ദൃഢത കൊടുക്കുന്ന ഒരു മൂലകം ഏതാണ്? ഫ്ലോറിൻ. പല്ലിൻ്റെ ഇനാമലിന് ദൃഢത കൊടുക്കുന്ന മൂലകം ഏതാണ്? ഫ്ലോറിനാണ്. ഫ്ലോറിൻ. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ജീവകമാണ് ഏത്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഒരു ജീവകം ഏതാണ്? ജീവകം D ആണ്. ജീവകം D ആണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ജീവകം. നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ, അല്ലേ, പാകം ചെയ്യുന്നത് മൂലം നഷ്ടമാകുന്നൊരു ജീവകമുണ്ട്. അതാരാണ്? ആഹാരം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന, ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ഏതാണ്? നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം C ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ഏതാണ്? ജീവകം C ആണ്. നമ്മൾ കഴുകുമ്പോഴും ആ ജലത്തിലൂടെ ജീവകം C നഷ്ടപ്പെടുന്നു. കഴുകുമ്പോഴും ജലത്തിലൂടെ ജീവകം C നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ,
ഇനി ഈ ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? അതും കൂടി പഠിച്ചപ്പോൾ ഏത് അസുഖമാണത്? കണാരോഗം. ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? കണരോഗം. ജീവകം ഡിയുടെ കുറവ് മൂലം കണരോഗം. ഓക്കെ. അടുത്തത്, രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറവുള്ള ഒരാളുടെ ഡാഷ് തടസ്സപ്പെടുന്നു. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറവുള്ള ഒരാളുടെ ഡാഷ് തടസ്സപ്പെടുന്നു. രക്തചംക്രമണം, കോശശ്വസനം, നാഡീപ്രവർത്തനം, പേശി വികസനം. ഒരു അഡ്വാൻസ്ഡായ ക്വസ്റ്റ്യനാണ് അതൊക്കെ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവുള്ള ഒരാളുടെ ഡാഷ് തടസ്സപ്പെടുന്നത് എന്താണ്? ആൻസർ കോശശ്വസനം. കോശശ്വസനം അല്ലേ? കോശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? കോശങ്ങൾ നമ്മുടെ ശരീരം നിറയെ ആരാ ഉള്ളത്? സെൽസ്, കോശങ്ങളില്ലേ? കോശങ്ങളുണ്ട്, സെല്ലുകളുണ്ട്. കോശം ചേർന്ന് എന്തായിട്ടാണ് മാറുക? കലകളാവുന്നു അല്ലേ? കോശങ്ങളുണ്ട്, നിരവധി കോശം, ലക്ഷങ്ങൾ അല്ലേ? മില്യൺസ് ഓഫ് കോശങ്ങളുണ്ട്. കോശങ്ങൾ ഗ്രൂപ്പായിട്ട് എന്തായിട്ട് ഒരു ഗ്രൂപ്പാവുന്നു, കൂടെ ചേർന്ന് എന്താവുന്നുണ്ട്? കലകൾ, ടിഷ്യൂ ആവുന്നു. കലകൾ ടിഷ്യൂ ആവുന്നു. കലകൾ എന്തായിട്ട് മാറുന്നുണ്ട്? ഓർഗനുകൾ അല്ലേ? ഓർഗൻ, അവയവമായിട്ട് മാറുന്നു. അവയവമാകും. പല അവയവങ്ങൾ ചെയ്യുമ്പോൾ എന്താകുന്നത്? അവയവ വ്യവസ്ഥ, ഓർഗൻ സിസ്റ്റംസ്, അവയവ വ്യവസ്ഥയുണ്ട്. അവയവ വ്യവസ്ഥ ഓർഗൻ സിസ്റ്റം എന്ന് പറയും. ഇപ്പം നമ്മൾ വായ ഒരു ഓർഗനായി എടുക്കുമ്പോൾ സിസ്റ്റം എന്നൊരു ബാക്കി ഭാഗങ്ങൾ, വായും അതിൻ്റെ അന്നപദം അല്ലേ, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, അത് സിസ്റ്റമാണ്, ഓർഗൻ സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ കോശം മനസ്സിലായല്ലോ. അപ്പോൾ കോശമാണ് അല്ലേ? കോശം ചേരുമ്പോൾ കലകൾ ഉണ്ടാവും, ടിഷ്യൂ ഗ്രൂപ്പാകുന്നു. ഒരേ രൂപത്തിലുള്ള കോശങ്ങൾ ചേരുമ്പോഴാണ് കലകളാവുന്നത്. അങ്ങനെ പല പല ടിഷ്യൂ ചേരുമ്പോൾ എന്താണ്? ഒരു അവയവമായിട്ട് രൂപപ്പെടുന്നു. ആ അവയവങ്ങൾ ചേരുമ്പോൾ എന്താണ്? അങ്ങനെ അവയവസ്ഥയാണ് ഉണ്ടാകുക. പിന്നീട് എല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ ശരീരം ഉണ്ടാക്കിയെടുക്കുക. ഇനി കോശം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? നമ്മൾ കോശശ്വസനം എന്ന് പറഞ്ഞില്ലേ? കോശശ്വസനം എന്താണ് കോശശ്വസനം എന്ന് പറഞ്ഞാൽ? കോശം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എന്താ പറയുക, നടുക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും അല്ലേ? ചുറ്റും എന്തുണ്ട്? കോശദ്രവ്യമുണ്ട്, വെള്ളമുണ്ട് അല്ലേ? ആ കോശദ്രവ്യത്തിൽ ആരൊക്കെയുണ്ട്? ഇവിടെ കോശാംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺട്രിയ അടക്കം. മൈറ്റോകോൺട്രിയയ്ക്ക് ഇങ്ങനെ അല്ലേ, ഇതിനകത്ത് മൈറ്റോകോൺട്രിയ ഉണ്ട്, ലൈസോസോം ഉണ്ട് അല്ലേ? അങ്ങനെ ഗോൾജി കോംപ്ലക്സ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അങ്ങനെ പലരുമുണ്ട്, കോശാംഗങ്ങളുണ്ട്. അപ്പം കോശത്തിൻ്റെ നടുക്ക് മാറുമ്പം ന്യൂക്ലിയസ്, ചുറ്റും കോശദ്രവ്യം, ആ കോശദ്രവ്യത്തിൽ കോശാംഗങ്ങൾ മുങ്ങിക്കിടപ്പുണ്ട് അല്ലേ? അവിടേക്ക് ആര് ചെല്ലുന്നുണ്ട്? ഈ ഹീമോഗ്ലോബിൻ ചെല്ലുന്നുണ്ട്. ഈ കോശങ്ങളിലേക്ക് ഹീമോഗ്ലോബിൻ ചെല്ലുന്നു. കോശങ്ങളിലേക്ക് ഹീമോഗ്ലോബിനാണ് ചെല്ലുക. ഓക്കെ, കോശങ്ങളിലേക്ക് ഹീമോഗ്ലോബിൻ ചെല്ലും അല്ലേ? അതായത് നമ്മൾ ആഹാരം കഴിച്ചിട്ട് നമ്മൾ ഹീമോഗ്ലോബിൻ എവിടെ നിന്നായിരിക്കും പോവുക? ശ്വസിക്കുന്നുണ്ടല്ലോ. ശ്വസിക്കുന്നുണ്ട് നമ്മുടെ ശ്വാസകോശത്തിൽ അല്ലേ, വായു അറകളിലേക്ക്. അവിടെയാണ് വാതകവിനിമയം നടക്കുക. വായു അറ അല്ലേ? വായു അറയിൽ വാതകവിനിമയം നടക്കുമ്പോഴത്തേക്കിന് അവിടെ ഓക്സിജൻ ഉണ്ട്. അവിടെ വെച്ച് ആ ഓക്സിജൻ അവിടെ വരുന്ന ആ വായു അറകളിലുള്ള രക്തലോമികളിലെ അല്ലേ, അവിടെയുള്ള ഹീമോഗ്ലോബിനുമായിട്ട്. ഓക്കെ, അപ്പോൾ വായു അറകളിൽ വെച്ചാണ് ഈ സംഭവം നടക്കുക. വായു അറയിൽ എന്ന് വെച്ചാൽ ശ്വാസകോശത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗം അല്ലേ, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്, വാതകവിനിമയം നടക്കുന്ന ആ ഭാഗം വായു അറയിലാണ്. അത് നോട്ട് ദ പോയിൻ്റാണ്, നമ്മുടെ എക്സാമിൽ ചോദിക്കുന്ന പോയിൻ്റാണത്. അപ്പോൾ ആ വായു അറയിൽ ആരുണ്ട്? ഹീമോഗ്ലോബിനും. ഓക്കെ, ഹീമോഗ്ലോബിൻ കേട്ടോ, അവിടുത്തെ ബ്ലഡിലെ ഹീമോഗ്ലോബിനും അവിടെയുള്ള ഓക്സിജനും കൂടെ കൂടിച്ചേരുന്നു. അങ്ങനെ ഇവർ രണ്ടും കൂടെ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് അങ്ങോട്ട് വരിക, ഈ കോശത്തിലേക്ക് വരിക. വന്നിട്ട് മനസ്സിലായോ? വന്നിട്ട് കോശശ്വസനമായിട്ടില്ല, വന്നിട്ട് എന്താ സംഭവിക്കുക? ഇവിടെ വന്ന് ഓക്സിജൻ ഇവിടെ വിട്ടുകൊടുക്കുന്നു. ഓക്സിജൻ വിട്ടുകൊടുത്തിട്ടില്ലേ, ഇതിനകത്തേക്ക് ഓക്സിജൻ വിട്ടുകൊടുക്കുന്നു. ഇവിടെ മൈറ്റോകോൺട്രിയനകത്തുള്ളവനാണ്. ആ മൈറ്റോകോൺട്രിയ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ഏത് ഊർജ്ജമാണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടാക്കുന്നു. മനസ്സിലായോ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടാക്കുന്നു. ആര്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് ഉണ്ടാക്കുക അല്ലേ? പവർ ഹൗസ് എന്നൊക്കെ പറയുന്ന ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. പവർ ഹൗസ് ഉപയോഗിക്കുന്ന കോശം അല്ലേ, അതാരാണ് പവർ ഹൗസ്? എനർജി ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ് പവർ ഹൗസ് അല്ലേ? നമ്മുടെ കോശങ്ങളിലെ പവർ ഹൗസ് ആരാണ്? ഈ മൈറ്റോകോൺട്രിയ ആണ് കേട്ടോ, മൈറ്റോകോൺട്രിയ ആണ്. അപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക, ആൽവിയോളയിൽ അല്ലേ, ശ്വാസകോശത്തിനകത്തുള്ള ആൽവിയോളയിൽ വെച്ചിട്ട് ഹീമോഗ്ലോബിനും അവിടുത്തെ രക്തക്കുഴലിലേക്കാണ്, രക്തം വഴിയാണ് കേട്ടോ, രക്തക്കുഴൽ വഴിയാണ് ഇതെല്ലാം പോകുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറയുന്നുണ്ട്, കുറേ ദിവസങ്ങളായി പറയുന്ന കാര്യമാണിത്. ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനോട് കമ്പൈൻ ചെയ്തിട്ട് എന്താകുന്നു? അത് രക്തം വഴി അല്ലേ
ഇവിടെ ഓരോ കോശങ്ങളും ചെല്ലുമ്പോൾ ഓക്സിനെ കൊടുത്തിട്ട് ഹീമോഗ്ലോബിൻ തിരികെ പോരുക ചെയ്യുന്നത്. ഡിയോക്സി ഹീമോഗ്ലോബിനായിട്ട് എന്ന് വെച്ചാൽ ഓക്സിൻ ഇല്ല, ഡിയോക്സി ഓക്സിൻ അതിൻ്റെ കൂടെ ഇല്ല, ഡിയോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഓക്സിജനും ഹീമോഗ്ലോബിനും കമ്പൈൻ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പേരൊക്കെ ഉണ്ട്. എന്താണത് അറിയുമോ? ഓക്സിജനേഷൻ എന്നാണ് പറയുക അല്ലേ. ഓക്സി ഹീമോഗ്ലോബിൻ ആകും. ഓക്സിജൻ ഹീമോഗ്ലോബിനും ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു. ഓക്സിജനേഷൻ എന്നാണ് അതിൻ്റെ പേരൊക്കെ. ഡിഗ്രി ലെവൽസിന് പഠിക്കുന്നവരുണ്ട്, അതിനൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയാണ് അല്ലേ. അപ്പോൾ ഈ കോശസിനും എന്താണ്, ഇവിടെ ഓക്സിജൻ ചെന്നിട്ട് ഓക്സിജൻ കൊണ്ടുപോകണേ ആര് വേണം? ഹീമോഗ്ലോബിൻ ആവശ്യമുണ്ട്. ഓക്സിജൻ കൊണ്ടുപോകണേ ആര് വേണം? ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓക്സിജൻ പോകുള്ളൂ. ചുമ്മാ ഓക്സിജൻ പറന്നു പോകത്തില്ല. നമ്മൾ വായു കൂടെ ഇങ്ങനെ മുഖം കൂടെ കാറ്റടിച്ചില്ല പോകുമ്പോൾ ഓക്സിജൻ കയറി അങ്ങോട്ട് പോകത്തില്ല. ആര് വേണം? ഈ ഹീമോഗ്ലോബിൻ വേണം. ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ ആര് കൊണ്ടുപോകാൻ? അതിൻ്റെ എമൗണ്ട് കുറയും. ഹീമോഗ്ലോബിൻ്റെ നമ്പർ അല്ലേ 12:15 അല്ലേ നമ്പർ എന്ന് പറയുന്നത്. 12 മുതൽ 15 വരെയാണ് അതിൻ്റെ അകത്ത് mg/100 ml. ഇത്രയത്തിൽ കുറയുമ്പോൾ അല്ലേ 10ഒക്കെ സഹിക്കാൻ പറ്റും, 10 സഹിക്കാൻ പറ്റും. 10ലൊക്കെ താഴെ ആകുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടലൊക്കെ തോന്നി തുടങ്ങും. കാരണം ഈ ഓക്സിജൻ പോകുന്നില്ല. അപ്പോൾ എന്ത് വേണം? ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓക്സിജനുമായി കമ്പൈൻ ചെയ്തിട്ട് ഓരോ കോശങ്ങളിലും പോയി എന്ത് കൊടുക്കുള്ളൂ? ഓക്സിജൻ കൊടുക്കാൻ പറ്റൂ. അവിടെ ഓക്സിജൻ കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. എങ്കിൽ നമുക്ക് എണ്ണിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലായില്ലേ? അതാണ് കോശസ്നം. ഈ കോശങ്ങളിൽ വെച്ചിട്ട് എന്ത് നടക്കുന്നു? എനർജി ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്സിജൻ ഒരു ഉപയോഗിക്കുകയല്ലേ ചെയ്യാം. ഓക്സിജൻ ഉപയോഗിക്കുക ചെയ്ത കോശം, അതാണ് കോശോസനം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അവിടെ വെച്ചിട്ട് ഓക്സിജൻ ഉപയോഗിച്ചിട്ട് എനർജി എനർജി ഏതാണ്? ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ്. അപ്പോൾ അതാണ് കോശോസനം. അപ്പോൾ ആ കോശോസനത്തിൽ ആര് വേണം? ഹീമോഗ്ലോബിൻ മസ്റ്റായിട്ടും വേണം, ഇല്ലെങ്കിൽ നമുക്ക് നടക്കില്ല പ്രക്രിയ. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹീമോഗ്ലോബിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായ മൂലകം ഏതാണ്? ഹീമോഗ്ലോബിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായ മൂലകം ഏതാണ്? ഇരുമ്പ്, കാൽസ്യം, കോപ്പർ, മഗ്നീഷ്യം. ആൻസർ ഏതാണ്? ആൻസർ ഇരുമ്പാണ് അല്ലേ. ആൻസർ ഇരുമ്പാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഹീം എന്നും ഗ്ലോബിൻ എന്നും 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഹീം എന്ന പാർട്ടിലാണ് ആര് കാണുക? ഇരുമ്പെന്ന സംഭവം കാണുക. ഇരുമ്പ് കേട്ടോ, ഹീം പാർട്ടിലാണ് ഇരുമ്പ് കാണുക. അടുത്തത്, രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ ഒരു ധാതു മൂലകം ഏതാണ്? രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ ഒരു ധാതു മൂലകമാണ് കാൽസ്യം, ഇരുമ്പ്. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ മൂലകം ആരായിരിക്കും? രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ മൂലകം ആരാണ്? കാൽസ്യമാണ്. രക്തം കട്ട പിടിക്കുന്നതിന് ബ്ലഡ് ക്ലോട്ട്, രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ മൂലകമാണ് കാൽസ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞ പോലെ ഫൈബ്രിനോജനും ഒക്കെ ഉണ്ടാവണം, ഫൈബ്രിൻ ത്രെഡ്സ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ടല്ലേ. മുറിവുണ്ടാകുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സുകൾ അല്ലേ, അത് വെറുതെ ഇങ്ങനെ വരുമ്പോൾ ത്രോംബോകൈനേസ് എൻസൈമൊക്കെ ആക്ട് ചെയ്തിട്ട് ത്രോംബോപ്ലാസ്റ്റിൻസ് ഒക്കെ ഉണ്ടാകുന്നു. എങ്കിൽ മാത്രമേ കുറേ പരിപാടി വരെ നടക്കുന്നെങ്കിൽ മാത്രമേ ബ്ലഡ് ക്ലോട്ട് ചെയ്യത്തുള്ളൂ, കട്ട പിടിക്കുള്ളൂ. അപ്പോൾ കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്ലേറ്റ്ലെറ്റിൽ നിന്നും അല്ലേ, പ്ലേറ്റ്ലെറ്റ്സ് അറിയാമല്ലോ, അവിടെ നിന്നും എന്തുണ്ടാകത്തുള്ളൂ? ത്രോംബോപ്ലാസ്റ്റിനുകൾ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണ്? കാൽസ്യം. ജലത്തിൽ ലയിക്കാത്ത ധാന്യകം ഏതാണ്? ജലത്തിൽ ലയിക്കാത്തൊരു ധാന്യകം അന്നജം, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്. ആൻസർ അന്നജം. ജലത്തിൽ ലയിക്കാത്ത ധാന്യകം അതാണ് അന്നജം. ഗ്ലൂക്കോസ് ഇട്ട് ലയിക്കും നിങ്ങൾക്ക് അറിയാമല്ലേ. ഓക്കെ, അറിയാമല്ലോ. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒരേ മൂലകങ്ങളില്ലേ, വ്യത്യസ്ത അതിൻ്റെ കോൺഫിഗറേഷൻ മാത്രം, ഐസോമേഴ്സ് ആണത്. അപ്പോൾ അന്നജമാണ് ജലത്തിൽ ലയിക്കാത്ത ധാന്യം. ഏറ്റവും ചെറിയ അതിൻ്റെ രൂപമാണ് എന്താ അല്ലേ, അന്നജത്തിൻ്റെയൊക്കെ ഏറ്റവും ചെറിയ രൂപമാണ് C6H12 അല്ലേ, C6H12O6 അല്ലേ ഇതിൻ്റെ അല്ലേ. അതാണ് ഗ്ലൂക്കോസിൻ്റെ രാസവാക്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഐസോമറാണ് ആര്? ഫ്രക്ടോസ് എന്ന് പറയാം അല്ലേ. സുക്രോസ് ഇതിനേക്കാൾ വിളഞ്ഞ ആളാണ്, കട്ട് കൂടിയ ആളാണ് കേട്ടോ. അപ്പോൾ അന്നജം എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിൽ ലയിക്കാത്ത ധാന്യകം ഏതാണ്? അന്നജമാണ്. ജലത്തിൽ ലയിക്കാത്ത ധാന്യകം അന്നജമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഒരു പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നു. ഡാഷ് ഒരു പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നു. ഹരിതകം, കരോട്ടിൻ,
ഹീമോഗ്ലോബിൻ സാന്തോഫിൽ ഡാഷ് ഒരു പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നു. ആരാണ് പ്രോ വൈറ്റമിൻ എ എന്ന് പറയാം? ആൻസർ നമുക്ക് പറയാം. ആൻസർ എന്താണ്? കരോട്ടിനാണ് പ്രോ വൈറ്റമിൻ എ. പ്രോ വൈറ്റമിൻ എ ആരാണ്? കരോട്ടിനാണ് പ്രോ വൈറ്റമിൻ എ. അതായത് കരോട്ടിൻ എന്ന വർണ്ണവസ്തുവിൽ നിന്നുമാണ്, ഇതൊരു വർണ്ണവസ്തുവാണ്, കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവിൽ നിന്നുമാണ് ഏത് വിറ്റമിൻ എ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കരോട്ടിനെ പ്രോ വൈറ്റമിൻ എ എന്ന് പറയാം. നമ്മുടെ കാഴ്ചയ്ക്ക് അത്യാവശ്യമുള്ള ഘടകമാണ് ആര്? വിറ്റമിൻ എ എന്ന് പറയുന്നത്. കാഴ്ചയ്ക്ക് അത്യാവശ്യമുള്ളതാണ് വിറ്റമിൻ എ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിൻ്റെ വിറ്റമിൻ എയുടെ മറ്റു പേരെന്തൊക്കെ എന്താണ് പറയാൻ പറ്റും? ആൻറ്റിസെറോഫ്താൽമിക് വിറ്റമിൻ ഒക്കെയാണ് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ഒരു ലോഹമാണ് ഏത്? ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ഒരു ലോഹം. ആൻസർ വെള്ളി. ഓപ്ഷൻ എ വെള്ളി, ഓപ്ഷൻ ബി ചെമ്പ്, ഓപ്ഷൻ സി സ്വർണം, ഓപ്ഷൻ ഡി ഈയം. ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ലോഹമാണ് ചെമ്പ്. ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ലോഹമാണ് ചെമ്പ്. അടുത്തത്, ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ്? ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ഏതാണ്? ഏതാണ്? സാൽമൊണല്ല അല്ലേ? സാൽമൊണല്ല. നായാണ് സാൽമൊണല്ലയാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന സാൽമൊണല്ല. ഭക്ഷ്യവിഷബാധ അല്ലെങ്കിൽ ദണ്ഡാകൃതിയുള്ള ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? സാൽമൊണല്ലയാണ്. ഓക്കെ, സാൽമൊണല്ലയാണ്. ഓക്കെ, ദണ്ഡാകൃതിയിലുള്ള. അമാനിറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈ മുസ്കാറിൻ എന്ന ഒരു ഉണ്ടല്ലോ പറയുക, അതിമാരകമായ വിഷം ഉൽപ്പാദിപ്പിക്കുന്നതാണ് അമാനിറ്റ. മുസ്കാറിന എന്ന ഒരു വിഷം, മുസ്കാറിന കൂണിൻ്റെ ആണ്, മഷ്റൂം കൂണ്. മുസ്കാറിന ചോദ്യമാണ്. മുസ്കാറിന പ്രീവിയസ് ക്വസ്റ്റ്യൻ. മുസ്കാറിന എന്ന വിഷം, മുസ്കാറിന എന്ന അതിമാരക വിഷമാണത്. അതായത് കുമിളിൻ്റെ വിഷം അല്ലേ, മഷ്റൂമിൻ്റെ. മോശം കുമിൾ എന്ന് പറയില്ല, നമ്മൾ അക്ഷോഗ്യമായ കുമിളല്ല, അല്ലാത്ത വിഷക്കുമിൾ. അപ്പോൾ മുസ്കാറിന എന്ന വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? അമാനിറ്റ ആണ്. ഓക്കെ, അതും നമ്മൾ അറിയാതെ കഴിച്ചാൽ അങ്ങനെ അസുഖം വരാം. അപ്പോൾ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ്? സാൽമണല്ല ആണ് അല്ലേ. എന്നാൽ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ അരളി, ഉമ്മം മുതലങ്ങയൊക്കെ എന്താണ്? വിഷമുള്ള സസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവയാണ് കേട്ടോ. ഒക്കെ നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് ബോട്ടിലിൻ കേട്ടിട്ടുണ്ടോ? ബോട്ടിലിൻ അതൊരു മാരക വിഷം അല്ലേ. ബോട്ടിലിൻ അതും നമ്മൾ പോയിട്ട് ചെന്ന അസുഖമുണ്ടാകും. ബോട്ടുലിൻ വിഷം പറയുമ്പോൾ എല്ലാം പറഞ്ഞല്ലോ. ബോട്ടുലിൻ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. അതായത് അത് നമുക്ക് ആഹാരം ഒരു 90 ഡിഗ്രി വരെ ചൂടാക്കുമ്പോൾ അല്ലേ, 90 ഡിഗ്രി വരെ ആഹാരം ചൂടാക്കി കഴിഞ്ഞാൽ ബോട്ടിലിൻ എന്ന വിഷം അങ്ങ് ഇല്ലാണ്ടായിപ്പോവും. ആഹാരം 90 ഡിഗ്രി വരെ ചൂടാക്കി കഴിഞ്ഞാൽ ബോട്ടിലിനിസം എന്ന ആ ഒരു ഭക്ഷ്യവിഷബാധ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. നമ്മുടെ ചോദ്യം, ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ്? സാൽമണല്ല ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ടയലിൻ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ടയലിൻ എന്നാണ് പറയുക. ടയലിൻ അല്ലേ, ടയലിനാണ്. അതായത് എൻ്റെ മറ്റൊരു പേരെന്താണ്? ഉമിനീര്. അതായത് സലൈവറി അമൈലേസ്. എൻ്റെ മറ്റൊരു പേരെന്താണ്? സലൈവറി അമിലേസ്. ഉമിനീരിലടങ്ങിയ രാസാഗ്നി ടയലിൻ, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? സലൈവറി അമൈലേസ്. സലൈവറി ഗ്ലാൻഡ്. നമ്മുടെ വായുടെ 2 സൈഡിൽ കൂടി ഇങ്ങനെ പുളിയെ ഓർത്ത് കഴിയുമ്പോൾ സൈഡിൽ നിന്ന് വെള്ളം വരത്തില്ല. ആ ഭാഗത്ത് ആരുണ്ട്? സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. ഉമിനീർ ഗ്രന്ഥികളുണ്ട്. സലൈവറി അമൈലേസ് ടയലിൻ. അതായത് നമ്മൾ ഈ അമൈലേസ് എന്ന് പറയുന്ന സലൈവറി അമൈലേസിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു ബേസിക് മാധ്യമം അല്ലേ. ആസിഡിറ്റി അല്ല ഇവിടെ ഉള്ളത്. ബേസിക് സംതിങ്, ചെറിയ ബേസിക് ആൽക്കലി എന്ന് പറയാം അല്ലേ. ആസിഡും ആൽക്കലിയും അറിയാമല്ലോ അല്ലേ. അമ്ല ഗുണം അല്ലെങ്കിൽ എന്താ പറയുക, പുളിയാണ് ആസിഡ് അല്ലേ. നമ്മുടെ സോപ്പിൻ്റെ രുചിയാണ് ആൽക്കലി ബേസ്. അപ്പം ഇവിടെ ചെറിയൊരു എന്താ പറയുക ബേസിക് മാധ്യമം കൊടുക്കുന്ന ആരാണ്? ഉമിനീരാണ്. ഈ അമൈലേസിന് പ്രവർത്തിക്കാൻ എന്ത് വേണം? ബേസിക്. സലൈവറി അമൈലേസിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ബേസിക് മാധ്യമമാണ് ആവശ്യം.
അത് കൊടുക്കുന്ന ആരാണ്? ഉമിനീരിലാണ് സംഭവം ഉള്ളത്. ഓക്കെ. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ടൈലിൻ അല്ലെങ്കിൽ സലിവറി അമൈലേസ് എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യും? നമ്മൾ കഴിക്കുന്ന ചോറ്, അതായത് അന്നജത്തിനെ എന്താക്കി മാറ്റുന്നു? മാൾട്ടോസാക്കി മാറ്റുന്ന ആരാണ്? ടൈലിനാണ്. അന്നജത്തിനെ മാൾട്ടോസാക്കി മാറ്റുന്ന ആരാണ്? ടൈലിൻ. അന്നജത്തിനെ മാൾട്ടോസാക്കി മാറ്റുന്ന ആരാണ്? ടൈലിനാണ്. ഓക്കെ. അന്നജത്തിനെ മാൾട്ടോസാക്കി മാറ്റുന്നവരാണ് ടൈലിനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ. മുണ്ടിനീര് ഡാഷ് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? മുണ്ടിനീര് ഡാഷ് ഗ്രന്ഥിയെയാണ് ബാധിക്കുക? ആൻസർ പരോട്ടിഡ് ഗ്രന്ഥി. മുണ്ടിനീര് പരോട്ടിഡ് ഗ്രന്ഥിയെയാണ് ബാധിക്കുക. പരോട്ടിഡ് ഗ്രന്ഥിയാണ് മുണ്ടിനീര് ബാധിക്കുക. ഇവിടെ ആഗ്നേയഗ്രന്ഥിയായിരുന്നു ഓപ്ഷനിൽ എഴുതാൻ വിട്ടായിരിക്കും. മുണ്ടിനീര് പരോട്ടിഡ് ഗ്രന്ഥിയാണ് ബാധിക്കുക. മുണ്ടിനീരല്ലേ കൊടുത്തിരിക്കുന്ന ഭാഗം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ആൻസർ പെപ്സിനാണ്. ആമാശയത്തിൽ അടങ്ങിയ രാസാഗ്നി ഏതാണ്? പെപ്സിൻ. ആമാശയത്തിൽ മറ്റാരും കൂടിയുണ്ട്. ആമാശയത്തിൽ മറ്റാരുണ്ടൊരെണ്ണം? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. കൂടാതെ ആരും പെപ്സിനുണ്ട്. അതായത് ആമാശയരസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനത്തെ സഹായിക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ധർമ്മം എന്താ? ആമാശയരസത്തിൽ അതെന്താ ചെയ്യുക? പെപ്സിനാക്കി മാറ്റും. കേട്ടല്ലോ? പെപ്സിനോജൻ. അതായത് എപ്പോഴും പെപ്സിനോജൻ എന്ന് പറയുന്നത് എപ്പോഴും ഇന്നാക്റ്റീവ് ഫോമാണ്. പെപ്സിനോജൻ എന്നായിട്ടാണ് എപ്പോഴും കാണപ്പെടുക. ഇവിടെ നമ്മുടെ ആമാശയത്തിൽ കാണപ്പെടുക പെപ്സിനോജനായിട്ട് കാണപ്പെടും. പെപ്സിനോജൻ അതിനെ പെപ്സിൻ എന്ന് പറയുന്ന ആക്റ്റീവായ സാധനമാക്കി മാറ്റണം, രാസാഗ്നിയാക്കി മാറ്റണം. അതിനാര് വേണം? ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണം. ഓക്കെ. അവിടെ ഉണ്ടത് അല്ലേ? നമ്മൾ പെപ്സിൻ പ്രോട്ടീൻ സംഭവമുള്ളത് കഴിക്കുമ്പോഴത്തേക്കിന് ഇവിടെ പെപ്സിനോജൻ എന്ന് പറഞ്ഞ സംഭവം രാസാഗ്നി ഉണ്ട്. അതിന് എക്സിലൊന്നും എന്താ ചെയ്യുന്നു? പെപ്സിനാക്കി മാറ്റുന്നു അല്ലേ? അപ്പോൾ അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഓക്കെ. അപ്പോൾ ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി വെച്ച് നമുക്ക് എന്ത് പറയാം? പെപ്സിൻ എന്ന് പറയാം. പക്ഷെ അത് എങ്ങനെയാണ് കാണപ്പെടുക? എപ്പോഴും അവിടെ പെപ്സിനോജനായിട്ട് കാണപ്പെടുന്നു അല്ലേ? പക്ഷേ അത് ഇന്നാക്റ്റീവ് ഫോം, പ്രവർത്തനരഹിതമായ ഫോമാണത്, രീതിയാണത് അല്ലേ? അതിനെ ആക്റ്റീവ് ആക്കുന്നു, പ്രവർത്തിക്കാൻ തക്കവണ്ണം ആക്കുന്ന ആരാണ്? HCl ആണ്. ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ? ആമാശയത്തിൽ HCl ഉണ്ട്, അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അതിനെ വന്ന് പെപ്സിനാക്കി മാറ്റിക്കോളും ഇല്ലേ? പെപ്സിൻ ശരിക്കും എൻ്റെ ധർമ്മം എന്താണ്? പെപ്സിൻ എന്താ ചെയ്യുക? പ്രോട്ടീനെ പോളിപെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണിത്. നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസിലെ മാംസ്യങ്ങൾ, പ്രോട്ടീനുകളെ എന്താക്കുന്നു? പോളിപെപ്റ്റൈഡാക്കി മാറ്റും. പോളിപെപ്റ്റൈഡ്സിൻ്റെ ചെറിയ ചെറിയ ഫോമുകളാക്കി മാറ്റും. പെപ്റ്റൈഡ്സിൻ്റെ ഒരു കൂട്ടമാക്കി മാറ്റും. പ്രോട്ടീനുകളെ പോളിപെപ്റ്റൈഡ്സ് ആക്കി മാറ്റുകയാണ് ആര് ചെയ്യുക? പെപ്സിൻ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പക്വാശയത്തിൽ കാണപ്പെടുന്ന തെറ്റൊക്കെ ഉണ്ടല്ലോ. പക്വാശയത്തിൽ കാണപ്പെടുന്ന ദഹനഗ്രന്ഥികൾ ഏതെല്ലാം? പക്വാശയത്തിൽ കാണപ്പെടുന്ന ദഹനഗ്രന്ഥികൾ ഏതെല്ലാം? ഏതാണ് ദഹനഗ്രന്ഥികൾ? ആൻസർ പാൻക്രിയാസ് ആണ്. പക്വാശയത്തിൽ കാണപ്പെടുന്ന ദഹനഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ആണ്. പക്വാശയം എന്ന് പറഞ്ഞ ഭാഗം ഏതാണ്? നമ്മുടെ പക്വാശയം അല്ലേ? ഇത് അന്നപഥമാണെങ്കിൽ ഇത് ആമാശയം അല്ലേ? ആമാശയം വന്നു അല്ലേ? ആമാശയത്തിൽ നിന്ന് അത് ചെറുകുടല ബാക്കി ഭാഗം. ഈ ആമാശയത്തിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഭാഗമാണെന്ത്? പക്വാശയം എന്ന് പറയുന്ന ആ ഭാഗമാണ്. ചെറുകുടലിൻ്റെയും ഇതിൻ്റെ ആമാശയത്തിൻ്റെ ഇടയ്ക്കുള്ള ഭാഗമാണെന്ത്? പക്വാശയം. അപ്പോൾ അവിടെ കാണുന്ന ഗ്രന്ഥികൾ ഏതാണ്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എന്താ ചെയ്യുക? അത് ആഗ്നേയരസമാണ് ഉൽപ്പാദിപ്പിക്കുക. ആഗ്നേയരസം അല്ലേ? അതായത് ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കോഗോണും ഓർമ്മയില്ലേ? അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നത്. എവിടെ നിന്നാണ് ഈ പാൻക്രിയാസ് വന്നേക്കുന്നത്? പക്വാശയത്തിൽ നിന്നാണ് പാൻക്രിയാസ് ഗ്രന്ഥികൾ അല്ലേ? ദഹനഗ്രന്ഥി. നെക്സ്റ്റ് വരുന്നത്
അന്നജത്തിൻ്റെ ദഹനം പൂർണ്ണമാകുന്നത് എവിടെ വെച്ചാണ്? അന്നജത്തിൻ്റെ ദഹനം പൂർണ്ണമാകുന്നത് ചോദ്യം ചെറുകുടൽ വെച്ചാണ്, അല്ലേ? ചെറുകുടൽ വെച്ചാണ് ദഹനം പൂർണ്ണമാകുന്നു. അവിടെ അതിനെന്ത് ചെയ്യുന്നു? രക്തത്തിലേക്കാണ് ആഗിരണം ചെയ്യപ്പെടുന്നു. അവിടെ ആരും കൂടിയുണ്ട്, ചെറുകുടലിൻ്റെ ഭിത്തിയിൽ ആരുണ്ട്? ചെറുകുടലിൻ്റെ ഭിത്തിയിലുള്ള സാധനം ആരുണ്ട്? ഇവരിലേക്ക് സംഭവം ആരാണ്? വില്ലേ, അല്ലേ? വില്ലകൾ എന്ന സംഭവം ഉള്ളതുകൊണ്ട്, വില്ലസുകൾ ഉള്ളതുകൊണ്ട് ആഗിരണം വേഗത്തിലാകുന്നു, സുഗമമാകുന്നു. അതുപോലെ പ്രതല വിസ്തീർണം കൂടുകയും ചെയ്യുന്നു. അടുത്തത്, ചെറുകുടൽ സ്രവിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? ചെറുകുടൽ സ്രവിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? ചെറുകുടൽ സ്രവിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? ഏതാണത്? ആന്ത്രരസം എന്നാണ് അതിനെ പറയുക. ചെറുകുടൽ സ്രവിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? ആന്ത്രരസം. ഓക്കെ. നെക്സ്റ്റ് വൺ, പിത്തരസം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പിത്താശയം ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലേ? പിത്താശയം ഉൽപ്പാദിപ്പിക്കുന്നതാണ് പിത്തരസം എന്ന് പറയുന്നത്. പിത്താശയം ഉൽപ്പാദിപ്പിക്കുന്നതാണ് പിത്തരസം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ടിക്കറ്റിൽ, അല്ലേ? നെക്സ്റ്റ് വൺ, കൊഫ്ലർ കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? കൊഫ്ലർ കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? കൊഫ്ലർ കോശങ്ങൾ കരളിൽ, ആമാശയഗ്രന്ഥിയിൽ, പാൻക്രിയാസിൽ, ചെറുകുടൽ. കൊഫ്ലർ കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. കരളിലാണ് കൊഫ്ലർ കോശങ്ങൾ കാണപ്പെടുന്നത്. കരളിൻ്റെ ഭാഗത്ത്, അല്ലേ? അവിടെ നിന്നുമാണ് കൊഫ്ലർ കോശങ്ങൾ കാണപ്പെടുക. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ആരാണ്? ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ആര്? കരൾ. ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ആര്? കരളെന്ന് പറയും, അല്ലേ? അത് കരളിലുണ്ടാകുന്ന പിത്തരസം. ഓക്കെ. അപ്പോൾ എന്താണ്? കരളിലുണ്ടാകുന്ന പിത്തരസം സംഭരിച്ചു വെക്കുന്ന ആരാണ്? നമ്മുടെ പിത്താശയമാണ്. ഓക്കെ. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുക. കരളിൽ ഉണ്ടാകുന്നതാണെന്ത്? പിത്തരസം. അത് സംഭരിച്ചു വെക്കുന്ന ആരാണ്? പിത്താശയമാണ്. അവിടെ ബ്ലാഡർ, പിത്താശയം ശേഖരിച്ചു വെക്കുന്നു. ഓക്കെ. കരളിലുണ്ടാകുന്ന പിത്തരസം സംഭരിക്കുന്നത് പിത്താശയത്തിൽ ആണ്. ഇനി കരളിൻ്റെ ധർമ്മം ശരിക്കും എന്താ? അതിൻ്റെ പ്രവർത്തനം എന്താ? കരൾ എന്ത് ചെയ്യുന്നു? കരൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു, സംഭരിച്ചു വെക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ, അല്ലേ, രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുമ്പോൾ കുറേയധികം നമ്മൾ ചോറ് കഴിക്കില്ല, കുറേയധികം കഴിക്കില്ല. ഗ്ലൂക്കോസ് ഒരുപാടായി കഴിഞ്ഞു. നമ്മൾ കഴിക്കുന്ന അന്നജമൊക്കെ ഏറ്റവും അതിൻ്റെ അവസാന രീതി ഏതാണ്? ദഹിക്കുന്ന, അല്ല, ആഗിരണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ഗ്ലൂക്കോസാണ്, അല്ലേ? ആ ഗ്ലൂക്കോസിന് എന്താക്കുന്നുണ്ട്? അധികം നമ്മൾ ശരീരം ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം അധികമുള്ള ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ആരാണ്? കരളാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റി സംഭരിക്കുന്നത് ആരാണ്? കരളാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ അധികമുള്ള പഞ്ചസാരയെ കൊഴുപ്പ് രൂപത്തിലാക്കി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിച്ചു കൊടുക്കില്ല. അങ്ങനെയാണ് നമുക്ക് എല്ലാ ഭാഗത്തും വണ്ണം വയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എന്നാൽ മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോൾ അത് പറയാം. ഓക്കെ. ഈ പിത്തരസം എന്ന് പറയുമ്പോൾ പറഞ്ഞില്ലേ, പിത്തരസം, അതങ്ങ് തീർക്കാം. പിത്തരസത്തിന് ഒരു വർണ്ണവസ്തുണ്ട്, ഏതാണ്? ബിലിറൂബിനാണ്. അത് ഈ ദ്രാവകങ്ങളിൽ കലർന്നിട്ട് അങ്ങനെ കലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാകുന്നതാണ് മഞ്ഞപ്പിത്തമായിട്ട് മാറുന്നത്. പിന്നീട് ബിലിറൂബിൻ കൂടുമ്പോൾ അപ്പോൾ അത് എവിടെ നിന്ന് വരുന്നു? കരൾ സ്രവിക്കുന്ന പിത്തരസം, അല്ലേ? അതിലാരുണ്ട്? ബിലിറൂബിനുണ്ട്. അത് കൂടുമ്പോൾ, പിത്തരസം കൂടുമ്പോൾ, ബിലിറൂബിൻ കൂടുമ്പോൾ, അല്ലേ, അങ്ങനെ മഞ്ഞപ്പിത്തം നമുക്ക് അറിയാൻ കഴിയും, മഞ്ഞ നിറമായി മാറും. ഓക്കെ. പിത്തരസത്തിനാണ് അപ്പോൾ കരൾ, പിത്തരസം, മഞ്ഞപ്പിത്തം, ബിലിറൂബിൻ, മഞ്ഞപ്പിത്തം. ഒക്കെ അത് കണക്ട് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ ചോദ്യം വന്ന് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ കൊഫ്ലർ കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. നെക്സ്റ്റ് വൺ, മലിനജലത്തിലൂടെ പകരുന്ന ഒരു കരൾ രോഗം ഏതാണ്? മലിനജലത്തിലൂടെ പകരുന്ന കരൾ രോഗം ഏതാണ്? മലിനജലം. ആൻസർ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഹെപ്പറ്റൈറ്റിസ് എ ആണ് മലിനജലത്തിലൂടെ പകരുന്ന രോഗം. ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അപ്പോൾ നമ്മൾ അതായത് എന്താ പറയുക, ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് എന്താണ്? ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് അതായത് ഈ ക്ലോറോഫോം, അല്ലേ, നമ്മൾ ക്ലോറോഫോം മയക്കാനൊക്കെ പണ്ട് ലാബിലൊക്കെ സാധാരണ എപ്പോഴും ഉപയോഗിക്കും. നമ്മൾ
അറിയാതെ മണക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലോറോഫോം, ആർസനിക്, അതുപോലെ കാർബൺ ടെട്രാസൈഡ് അല്ലേ, ചാരായം തുടങ്ങിയ വിഷവസ്തുക്കളൊക്കെ നമ്മൾ അറിയാതൊക്കെ അകത്ത് ചെല്ലത്തില്ലേ. ചാരായം വിഷമാകുന്ന സമയത്തില്ലേ, അങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാതെ അകത്ത് ചെല്ലുമ്പോൾ അത് വിഷവസ്തുവാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, അതാണ് ടോക്സിക് ഹെപ്പറ്റൈറ്റിസിന് കാരണമാവും അത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വിഷയങ്ങൾ, ചാരായം, ക്ലോറോഫോം തുടങ്ങിയ വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതുണ്ടാക്കുന്നതാണ് എന്ത്, ടോക്സിക് ഹെപ്പറ്റൈറ്റിസ്. മനസ്സിലായി? മലിനജലത്തിലൂടെ പകരുന്നതാണ് എന്ത്, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. ഈ സിറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരളിലെ കോശങ്ങൾ തുടർച്ചയായി ജീർണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്ത്, സിറോസിസ്. കരളിലെ കോശങ്ങൾ തുടർച്ചയായി ജീർണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് സിറോസിസ്, കരൾ സിറോസിസ്. അതായത് നമ്മുടെ കരളിൻ്റെ പ്രത്യേകത എന്താണ്? സെൽസിന് വീണ്ടും പുനരുജ്ജീവിക്കാൻ അല്ലേ, വീണ്ടും ഉണ്ടാകാൻ, നശിച്ചു പോയൊരു കോശം വീണ്ടും ഉണ്ടാകാൻ ഒരു ചാൻസ് ഉണ്ട്. കരൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ തുടർച്ചയായി എന്ത് ചെയ്യുന്നു, ജീർണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് സിറോസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, തുടർച്ചയായി ജീർണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്, അഴുകുക അവസ്ഥയാണെന്ത്, സിറോസിസ്, സീറോയിലേക്കാവുക. ഓക്കെ, സിറോസിസ് എന്ന് പറയുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്നിട്ടൊന്നുകൂടി ചെയ്യാം കേട്ടോ. കരളിലെ കോശങ്ങൾ തുടർച്ചയായി ജീർണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്ത്, സിറോസിസ് എന്ന് പറയുന്നതാണ്. സിറോസിസ് എന്ന് പറയുന്നത് കാരണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെയ്യാം. നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി, ആൻസർ പറഞ്ഞ് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഇതാവും. ഹീമോഗ്ലോബിൻ ഒരു ഡാഷാണ്, ഹീമോഗ്ലോബിൻ ഒരു മാംസ്യം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബെറിബറി, തയാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ആൻസർ ബെറിബറി. നെക്സ്റ്റ് വൺ, പല്ലിൻ്റെ ഇനാമലിന് ഇട നൽകുന്ന ഒരു മൂലകം ഏതാണ്? ഫ്ലോറിൻ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഒരു ജീവകം ഏതാണ്? ജീവകം ഡി. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവുള്ള ഒരാളുടെ ഡാഷ് തടസ്സപ്പെടുന്നു. എന്താണത്? കോശശ്വസനം. അടുത്ത ക്വസ്റ്റ്യൻ, ഹീമോഗ്ലോബിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായ മൂലകം ഏതാണ്? ആൻസർ ഇരുമ്പ്. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ഒരു ധാതു മൂലകം ഏതാണ്? കാൽസ്യം. ജലത്തിൽ ലയിക്കാത്ത ധാന്യകം ഏതാണ്? അന്നജം. ഡാഷ് ഒരു പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്നു. ആൻസർ കരോട്ടിൻ. നെക്സ്റ്റ് വൺ, ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ഒരു ലോഹം ഏതാണ്? ആൻസർ ചെമ്പ്. ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ഏതാണ്? സാൽമോണല്ല. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ടൈലിൻ അല്ലെങ്കിൽ സലൈവറി അമൈലേസ്. മുണ്ടുനീര് ഒരു ഡാഷ് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്? പരോട്ടിഡ് ഗ്രന്ഥി. ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി പെപ്സിൻ, ട്രിപ്സിൻ, അമിലേസ്, ലാക്ടേസ്. അതിനകത്തൊന്നും ആമാശയത്തിൽ അടങ്ങിയ രാസാഗ്നി ഏതാണ്? പെപ്സിനാണ് അല്ലേ. പ്രോട്ടീൻ ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നതും അവിടെ വെച്ചിട്ടാണ്. ഇതൊരു ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യം. നെക്സ്റ്റ് വൺ, പക്വാശയത്തിൽ കാണപ്പെടുന്ന ദഹനഗ്രന്ഥികൾ ഏതൊക്കെയാണ്? പക്വാശയത്തിൽ കാണപ്പെടുന്ന ദഹനഗ്രന്ഥികൾ ഏതൊക്കെയാണ്? പാൻക്രിയാസ്. അന്നജത്തിൻ്റെ ദഹനം പൂർണ്ണമാവുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ. ചെറുകുടലിൽ സ്രവിപ്പിക്കുന്ന ദഹനരസത്തിന് പറയുന്ന പേരെന്താണ്? ആന്ത്രരസം. കുഫർ കോശങ്ങൾ കാണപ്പെടുന്ന എവിടെയാണ്? കരളിൽ. മലിനജലത്തിലൂടെ ഉണ്ടാകുന്നൊരു കരൾ രോഗം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് എ. കരളിലെ കോശങ്ങൾ തുടർച്ചയായി ജനിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഏതാണ്? ആൻസർ സിറോസിസ്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ വീണ്ടുമുള്ള ക്വസ്റ്റ്യൻസും റെയറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇനിയും ആഡ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നമുക്ക് കാണാം.